ഹലോ ഓൾ, വെൽക്കം ടു സൈഡീസ്. അപ്പൊ നമ്മൾ എവിടെയാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്? നമ്മുടെ പേഴ്സണാലിറ്റി സൈക്കോളജിയുടെ തേർഡ് മൊഡ്യൂൾ ആയിട്ടുള്ള സൈക്കോളജി ആയിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. അതിൽ സൈക്കോ ഡൈനാമിക് അപ്രോച്ചസും നിയോ ഫ്രോയിഡിയൻ അപ്രോച്ചസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ പേഴ്സണാലിറ്റീനെ പല ആളുകളും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് എന്താ പറയാ, ഓരോ തിയറീസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി അതിൽ നമ്മൾ അടുത്ത തിയറി ആയിട്ടുള്ള ട്രൈറ്റ് തിയറീസ് ആണ് നോക്കാൻ പോകുന്നത്. എന്താണ് ട്രൈറ്റ്സ്? ട്രൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയാ, ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അതിനോട് നമ്മൾ ബിഹേവ് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ വേയിൽ ബിഹേവ് ചെയ്യാനുള്ള നമ്മുടെ ഒരു ടെൻഡൻസിനെയാണ് നമ്മൾ ട്രൈറ്റ് എന്ന് പറയുന്നത്. ഈ എന്താ പറയാ, നമ്മുടെ ട്രൈറ്റ് അപ്രോച്ച് ഓഫ് പേഴ്സണാലിറ്റിക്ക് എന്തുണ്ട്? ബയോളജിക്കൽ ആൻഡ് ജനറ്റിക്കൽ ഇൻഫ്ലുവൻസ് കൂടി ഉണ്ട്. അപ്പൊ അതില് ട്രൈറ്റ് അപ്രോച്ച് പേഴ്സണാലിറ്റിയിലെ ട്രൈറ്റ് അപ്രോച്ചിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോമിനന്റ് ഫിഗേഴ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ ഗോർഡൻ ആൽപോർട്ട് ആണ്. അപ്പൊ ഗോൾഡൻ ആൽപോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോൾഡൻ ആൽപോർട്ട് ട്രൈറ്റിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണ്? ഒരു ആളുടെ ഒരു പേഴ്സണാലിറ്റി ട്രൈറ്റ് എന്ന് പറയുന്നത് എന്താ പറയാ, എത്ര കാലം കഴിഞ്ഞാലും കോൺസ്റ്റന്റ് ആയിട്ട് സ്റ്റേ ചെയ്യുന്ന ഒന്നായിട്ട്, അതേപോലെ ഇറ്റ് റെസിസ്റ്റന്റ് ടു ചേഞ്ച് എന്നാണ്. അതായത് ചേഞ്ച് ആവുകയില്ല, അതേപോലെ തന്നെ അത് ഒരുപാട് കാലത്തേക്ക് എത്ര സമയം കഴിഞ്ഞാലും കോൺസ്റ്റന്റ് ആയി നിൽക്കുന്ന ഒന്നാണ് ഒരാളുടെ പേഴ്സണാലിറ്റി ട്രൈറ്റ് എന്നാണ് ഗോൾഡൻ ആൽപോർട്ട് പറഞ്ഞിട്ടുള്ളത്. ഗോൾഡൻ ആൽപോർട്ട് ട്രൈറ്റ്സിനെ 3 ഇമ്പോർട്ടന്റ് ട്രൈറ്റ്സ് ആക്കിയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. അത് ഏതൊക്കെയാണ്? കാർഡിനൽ ട്രൈറ്റ്സ്, സെൻട്രൽ ട്രൈറ്റ്സ്, സെക്കൻഡറി ട്രൈറ്റ്സ്. ഇങ്ങനെയുള്ള 3 ഇമ്പോർട്ടന്റ് ട്രൈറ്റ്സ് ആക്കിയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. അതായത് ഗോൾഡൻ ആൽപോർട്ട് എന്ത് ചെയ്തു? 1000-ലധികം ട്രൈറ്റ്സിനെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഡിക്ഷണറീസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് 1000-ലധികം ട്രൈറ്റ്സ് കണ്ടുപിടിച്ചിട്ട് അതിൽ ഫാക്ടർ അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് യൂസ് ചെയ്തിട്ട് ഈ 1000-നെ 3 ട്രൈറ്റ്സ് ആക്കി കുറച്ചിട്ടാണ് ഈ കാർഡിനൽ, സെൻട്രൽ, സെക്കൻഡറി എന്ന് പറഞ്ഞിട്ടുള്ള 3 ഇമ്പോർട്ടന്റ് ട്രൈറ്റ്സ് ആക്കി തിരിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതിൽ കാർഡിനൽ ട്രൈറ്റ്സ് ആണ് ഫസ്റ്റ് വൺ. എന്താണ് കാർഡിനൽ ട്രൈറ്റ്സ്? ഒരാളുടെ നമ്മൾ ഒരാളെ കുറിച്ച് ആലോചിക്കുമ്പോൾ ആളെ കുറിച്ച് നമുക്ക് ഫസ്റ്റ് ഓർമ്മ വരുന്നത് എന്താണോ അതാണ് അയാളുടെ കാർഡിനൽ ട്രൈറ്റ്സ് എന്ന് പറയുന്നത്, ഒരാളുടെ ഡോമിനന്റ് ആയിട്ട് കാണുന്നത്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഗാന്ധിജി എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എന്തായിരിക്കും ഓർമ്മ വരിക? അഹിംസ, നോൺ വയലൻസ്, ഈ ഒരു കാര്യമല്ലേ ഗാന്ധിജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ മദർ തെരേസയുടെ കാര്യം ആലോചിച്ചാലോ, മദർ തെരേസ നമുക്ക് എന്താ ഓർമ്മ വരിക? ഒരു പീസ്, കൈൻഡ്നസ്, ഈ ഒരു കാര്യങ്ങളല്ല. അപ്പൊ ഒരാളെ പറ്റി ആലോചിക്കുമ്പോൾ അതിലേക്ക് ഡോമിനന്റ് ആയിട്ട് നിൽക്കുന്ന ട്രൈറ്റ് ഏതാണോ അതാണ് കാർഡിനൽ ട്രൈറ്റ്സ്. ഈ കാർഡിനൽ ട്രൈറ്റ്സ് ആണ് എല്ലാവർക്കും ഉണ്ടാകുന്നൊന്നല്ല കേട്ടോ, കാരണം അത് വളരെ റയർ ആണ്. ഇപ്പൊ എനിക്ക് കാർഡിനൽ ട്രൈറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. കാരണം ഒരു കാർഡിനൽ ട്രൈറ്റ് ഉണ്ടായി വരാൻ ഒരുപാട് സമയം എടുക്കും. അതായത് ഇയേഴ്സ് ടു എന്താണ് ഒരു എന്താ പറയാ, ഒരുപാട് വർഷം കഴിഞ്ഞിട്ടൊക്കെയാണ് എന്താ നമുക്കൊരു കാർഡിനൽ ട്രൈറ്റ്സ് ഉണ്ടായി വരുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് കാർഡിനൽ ട്രൈറ്റ്സ് എന്ന ഒരാളിൽ ഡോമിനന്റ് ആയിട്ട് നിൽക്കുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ട്രൈറ്റ് നോക്കാം. ഏതാണ്? സെൻട്രൽ ട്രൈറ്റ്സ്. സെൻട്രൽ ട്രൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താ പറയാ, കാർഡിനൽ ട്രൈറ്റ്സിന്റെ അത്ര തന്നെ ഡോമിനന്റ് അല്ലെങ്കിൽ പോലും പേഴ്സണാലിറ്റിയിൽ കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ ഒരു സെൻട്രൽ ട്രൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ സെൻട്രൽ ട്രൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, എല്ലാ മനുഷ്യന്മാർക്കും ഒരു 5 തൊട്ട് 10 വരെയെങ്കിലും സെൻട്രൽ ട്രൈറ്റ്സ് എല്ലാവർക്കും ഉണ്ടായിരിക്കും. അപ്പൊ പറയുകയാണെങ്കിൽ കൈൻഡ്നെസ്, ജനറോസിറ്റി, അങ്ങനെയുള്ള കുറച്ച്, അതായത് നമ്മൾ ഒരാളെ കുറിച്ച് പറയാൻ വേണ്ടി ഇപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കാം, നിങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് പറയാൻ പറയുമ്പോ ഭയങ്കര ഹമ്പിൾ ആണ്, കൈൻഡ് ആണ്, ഭയങ്കര കെയറിംഗ് ആണ്, ലവിങ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളില്ല. അങ്ങനത്തെ കുറച്ച് ട്രൈറ്റ്സ് വരുന്നതാണ് ഈ ഒരു സെൻട്രൽ ട്രൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാ മനുഷ്യന്മാർക്കും ഒരു 5-10 സെൻട്രൽ ട്രൈറ്റ്സ് ഉണ്ട്. പക്ഷെ എന്നാലും ഇത് എന്ത്, കാർഡിനൽ ട്രൈറ്റ്സിന് അത്ര ഡോമിനന്റ് ആയിട്ട് നമ്മുടെ പേഴ്സണാലിറ്റിയിൽ കാണുന്ന ഒന്നല്ല. പക്ഷെ ഇതെല്ലാ മനുഷ്യന്മാരിലും ഉണ്ട്, ഒരു 5 തൊട്ട് 10 എണ്ണം. ഇനി അടുത്ത ട്രൈറ്റ്സ് ആണ് സെക്കൻഡറി ട്രൈറ്റ്സ്. സെക്കൻഡറി ട്രൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ലെസ്, അതായത് നമ്മുടെ പേഴ്സണാലിറ്റി ഏറ്റവും ലെസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ട്രൈറ്റ്സ് ആണ് സെക്കൻഡറി ട്രൈറ്റ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ലൈക്സും ഡിസ്ലൈക്സും ഒക്കെയാണ് ഈ ഒരു സെക്കൻഡറി ട്രൈറ്റ്സിൽ വരുന്നത്. അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട എന്താ പറയാ ഫുഡ് ഏതാണ്, മ്യൂസിക് ഏതാണ്, അങ്ങനെയൊക്കെയുള്ള, അതായത് നമ്മുടെ ചുറ്റുമുള്ള അത്രയും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ നമ്മുടെ സെക്കൻഡറി ട്രൈറ്റ്സ് അറിയൂ. കാരണം നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ഒരാൾക്ക് നമ്മുടെ സെക്കൻഡറി ട്രൈറ്റ്സ് ഒന്നും അറിയില്ല. അപ്പൊ ഇതാണ് 3 ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ട്രൈറ്റ്സ് എന്ന് പറയുന്നത്. ഇനി ഇത് കൂടാണ്ടേയും എന്താ പറയാ, ആൽപോർട്ട് ചില ട്രൈറ്റ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇൻഡിവിജ്വൽ ട്രൈറ്റ്സും അതേപോലെ കോമൺ ട്രൈറ്റ്സും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇൻഡിവിജ്വൽ ട്രൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പേരിൽ പറയുന്നത് പോലെ തന്നെ ഒരു ഇൻഡിവിജ്വലിന് മാത്രം യുണീക്ക് ആയിട്ടുണ്ടാകുന്ന ട്രൈറ്റ്സ് ആണ് ഇൻഡിവിജ്വൽ ട്രൈറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ കോമൺ ട്രൈറ്റ്സ് എന്ന് പറയുകയാണെങ്കിലോ അത് എല്ലാവർക്കും കോമൺ ആയിട്ട് ഒരേപോലെ കാണപ്പെടുന്ന ട്രൈറ്റ്സ് ആയിരിക്കും ഈ ഒരു കോമൺ ട്രൈറ്റ്സ് എന്ന്. പിന്നീട് ഈ പേര് പറയാൻ വലിയ സുഖമില്ലാത്തതുകൊണ്ട് ആൽപോർട്ട് ഈ പേര് മാറ്റിയിട്ടുണ്ടായിരുന്നു. അതായത് ഇൻഡിവിജ്വൽ
ട്രൈറ്റ്സിനെ എന്താ പറയാ പേഴ്സണൽ ഡിസ്പൊസിഷൻസ് എന്നും ഈ ഒരു കോമൺ ട്രൈറ്റ്സിനെ വെറും ട്രൈറ്റ്സ് എന്ന രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇതാണ് ആൽപോർട്ടിന്റെ തിയറിയിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ളത്. ഇനി അടുത്ത ട്രൈറ്റ് തിയറിയിലേക്ക് നമുക്ക് കടക്കാം. അടുത്ത ട്രൈറ്റ് തിയറി ആരുടെയാണ് വരുന്നത്? നമ്മുടെ റെയ്മണ്ട് കെയ്റ്റലിന്റെ ട്രൈറ്റ് തിയറിയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ റെയ്മണ്ട് കെയ്റ്റലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബാക്കിയുള്ള ആളുകളൊക്കെ തന്നെ എന്താ പറയാ പേഴ്സണാലിറ്റിയെ കുറിച്ച് എന്താ പറയാ പേഴ്സണാലിറ്റിയിൽ സ്റ്റഡീസും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? കുറച്ചും കൂടെ ഒരു അബ്നോർമൽ പോപ്പുലേഷനിലാണ് സ്റ്റഡി നടത്തിയിട്ടുണ്ടായിരുന്നത്. അതേപോലെ അവരെങ്ങനെ ക്യൂർ ചെയ്യാം, അവരെങ്ങനെ ട്രീറ്റ് ചെയ്യാം എന്നുള്ളൊക്കെ രീതിയിലായിരുന്നു. പക്ഷെ റെയ്മണ്ട് കെയ്റ്റലിന്റെ കാര്യം വരുമ്പോൾ കെയ്റ്റലിന്റെ എയിം വന്നിട്ട് പേഴ്സണാലിറ്റിനെ കുറിച്ച് ജസ്റ്റ് പഠിക്കുക എന്നുള്ളതായിരുന്നു. എന്തൊക്കെയാണ് പേഴ്സണാലിറ്റിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളതായിരുന്നു കെയ്റ്റലിന്റെ എയിം എന്ന് പറഞ്ഞിട്ട്. നോർമൽ പോപ്പുലേഷനിലായിരുന്നു കെയ്റ്റൽ ഈ സ്റ്റഡീസും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈ തിയറിയിൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കെയ്റ്റൽ എന്താ പറയാ ഫാക്ടർ അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു തിയറി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇതിൽ മെയിൻ ആയിട്ട് വരുന്ന രണ്ട് ട്രൈറ്റ്സ് ഏതൊക്കെയാണ്? സോഴ്സ് ട്രൈറ്റ്സും സർഫസ് ട്രൈറ്റ്സും. അപ്പൊ സർഫസ് ട്രൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെരിഫറൽ ആയിട്ടുള്ളതാണ്. അതായത് ഒരു പേഴ്സണാലിറ്റിയുടെ എന്താ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സർഫസ് ട്രൈറ്റ്സിൽ വരുന്നത്. പിന്നെ ഈ ഒരു സർഫസ് ട്രൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് സോഴ്സ് ട്രൈറ്റ്സ് ചേർന്ന് ഉണ്ടായിട്ടുള്ളതാണ്. പിന്നെ ഈ സോഴ്സ് ട്രൈറ്റ്സ് എന്ന് പറയുന്നതാണെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റിയിൽ അണ്ടർലൈൻ ചെയ്ത് കിടക്കുന്ന കാര്യങ്ങളാണ് ഈ ഒരു സോഴ്സ് ട്രൈറ്റ്സിൽ വരുന്നത്. അങ്ങനെ 16 സോഴ്സ് ട്രൈറ്റ്സ് കെയ്റ്റൽ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് അതിൽ 16 നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. പക്ഷെ ജസ്റ്റ് പേരൊന്ന് നിങ്ങൾ ജസ്റ്റ് വായിച്ചു നോക്കുക. വാംത്, റീസണിങ്, ഇമോഷണൽ സ്റ്റെബിലിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 16 ട്രൈറ്റ്സ് കെയ്റ്റൽ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോ ഈ സോഴ്സ് ആൻഡ് സർഫസ് ട്രൈറ്റ്സ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് കെയ്റ്റൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത്രയും കാര്യമാണ് നമ്മുടെ കെയ്റ്റലിന്റെ ട്രൈറ്റ് തിയറി നമുക്ക് പറയാനുള്ളത്. ഇത് കൂടാണ്ട് എന്താ പറയാ കെയ്റ്റൽ എന്തൊക്കെ എബിലിറ്റി ട്രൈറ്റ്സ്, ടെമ്പറാമെന്റ് ട്രൈറ്റ്സ് പോലെയുള്ള ട്രൈറ്റ്സും കൂടെ നമ്മുടെ കെയ്റ്റല് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇതിൽ നോക്കാനുള്ളത് സർഫസ് ആൻഡ് സോഴ്സ് ട്രൈറ്റ്സ് ആണ്. അതേപോലെ തന്നെ ഈ ഒരു പേഴ്സണാലിറ്റിനെ ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 3 സോഴ്സ് ഓഫ് ഡാറ്റ ആര് യൂസ് ചെയ്തിട്ടുണ്ട്? കെയ്റ്റൽ യൂസ് ചെയ്തിട്ടുണ്ട്. അതാണ് ടി ഡാറ്റ, എൽ ഡാറ്റ, ക്യൂ ഡാറ്റ എന്നാണ് ഈ 3 ഡാറ്റയെ പറയും. 3 ഡാറ്റ യൂസ് ചെയ്തിട്ടാണ് കെയ്റ്റൽ പേഴ്സണാലിറ്റിനെ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. എൽ ഡാറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈഫ് റെക്കോർഡ്സ് ആണ്. അതായത് ഒരാളെ കുറിച്ച് സ്റ്റഡി ചെയ്യുമ്പോൾ അയാളുടെ പാസ്റ്റിൽ എന്തെങ്കിലും ആക്സിഡൻസ് നടന്നിട്ടുണ്ട്, ഒരാളുടെ ലൈഫ് ഹിസ്റ്ററി നോക്കിയിട്ട് അതിൽ നിന്ന് അവരുടെ പേഴ്സണാലിറ്റിയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിന് അങ്ങനെ ഡാറ്റ കളക്ട് ചെയ്യുന്നതിനാണ് ലൈഫ് ഡാറ്റ എന്ന് പറയുന്നത്. പിന്നെ ക്യൂ ഡാറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റിനെയർ ആണ്. അതായത് നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ വേറെ ആളുകളുടെ അടുത്ത് ചോദിച്ചിട്ട് അവരുടെ റെസ്പോൺസ് എടുത്തിട്ട് നോക്കുന്നതാണ് ഈ ഒരു ക്യൂ ഡാറ്റ എന്ന് പറയുന്നത്. ക്യൂ ഡാറ്റയ്ക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് കെയ്റ്റലിനെ തന്നെ 60 PF ക്വസ്റ്റിനെയർ. അതിപ്പോ നമ്മൾ ഇനി തേർഡ് ഇയർ ഒക്കെ ആകുമ്പോൾ ആളുകൾ കുറച്ചുകൂടി പ്രാക്ടിക്കലിൽ ചെയ്യുന്നതായിരിക്കും ഈ ഒരു 60 PF ക്വസ്റ്റിനെയർ. അപ്പൊ ഈ ഒരാളുടെ പേഴ്സണാലിറ്റി ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു 60 പേഴ്സണാലിറ്റി ക്വസ്റ്റിനെയർ, 60 പേഴ്സണാലിറ്റി ഫാക്ടർ ക്വസ്റ്റിനെയർ കെയ്റ്റൽ എന്താ പറയാ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ അതില് ഈ ഒരു ക്യൂ ഡാറ്റയിൽ അങ്ങനത്തെ 60 PF അങ്ങനത്തെ ക്വസ്റ്റിനെയർസ് ഒക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും ഒരാളുടെ പേഴ്സണാലിറ്റിനെ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ടാവുക. പിന്നെ ടി ഡാറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊജക്റ്റീവ് ടെസ്റ്റ്, നമ്മൾ ഈ റൊഷാക്ക് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവില്ലേ, അതേപോലെ റൊഷാക്ക്, തിമാറ്റിക് അപ്രിസെപ്ഷൻ പോലെയുള്ള പ്രൊജക്റ്റീവ് ടെസ്റ്റ് യൂസ് ചെയ്തിട്ട് ഒരാളുടെ പേഴ്സണാലിറ്റിനെ ഐഡന്റിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് ടി ഡാറ്റ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യമാണ് നമ്മുടെ കെയ്റ്റലിന്റെ പറയാനുള്ളത്. ഇനി അടുത്ത ട്രൈറ്റ് തിയറിയിലേക്ക് പോവാം. ഹാൻസ് ഐസങ്ങിന്റെ പെൻ മോഡൽ എന്ന് പറയാം. അതായത് നമ്മൾ ഈ അക്രോണിംസ് യൂസ് ചെയ്തല്ലോ, വിബ്ജിയോറിൽ V4, വയലറ്റ് ഇൻഡിഗോ, അതുപോലെ തന്നെ നമുക്ക് പെൻ മോഡൽ ആക്കിയിട്ട് ഹാൻസ് ഐസങ്ങിന്റെ ഈ ഒരു ട്രൈറ്റ് തിയറി എന്ന് പറയാൻ പറ്റും. അതിൽ പെൻ, അതായത് P എന്തിനാണ് സ്റ്റാൻഡ് ചെയ്യുന്നത്? സൈക്കോട്ടിസം, E ഫോർ എക്സ്ട്രാവേർഷൻ, N ഫോർ ന്യൂറോട്ടിസിസം. ഇങ്ങനെ 3 ഡയമെൻഷനിലായിട്ടാണ് ഐസങ് പേഴ്സണാലിറ്റിനെ പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. അതിൽ P എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈക്കോട്ടിസിസം ആണ്. സൈക്കോട്ടിസം എന്താണ്? കുറച്ചും കൂടി എന്താ പറയാ മറ്റുള്ളവരൊക്കെ കുറച്ചുകൂടി ഒരു അഗ്രസീവ്ലി ബിഹേവ് ചെയ്യാന്നൊക്കെ ഉള്ള, മീൻസ് ഒരു ഇമ്പൾസിന്റെ പുറത്ത് കയറിയിട്ട് ഓരോ കാര്യങ്ങൾ ബിഹേവ് ചെയ്യുന്നൊക്കെയാണ് സൈക്കോട്ടിസത്തിൽ വരുന്നത്. E എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്ട്രാവേർഷൻ. എക്സ്ട്രാവേർഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് എന്താ പറയാ നമ്മൾ ഈ എക്സ്ട്രാവേർട്ടിനെ പറയുന്ന പോലെ തന്നെ എക്സ്ട്രാവേർഷനിൽ എന്താ പറയാ ആളുകളായിട്ട് ഭയങ്കരമായിട്ട് എന്താ പറയാ ഇന്ററാക്ട് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് എക്സ്ട്രാവേർഷനിൽ വരാം. ഈ ഒരു ഡയമെൻഷനിൽ തന്നെ ലോ ആൻഡ് ഹൈ എന്താ പറയാ മോഡൽസ് ഉണ്ട്. അതായത് എക്സ്ട്രാവേർഷന്റെ ഹൈ ലെവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര എക്സ്ട്രാവേർഡ് ആയിരിക്കും. അതിന്റെ ലോ ലെവൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അത് ഇൻട്രോവേർഷനും ആയിരിക്കും.
അതേപോലെ തന്നെയാണ് ന്യൂറോട്ടിസത്തിലും വരുന്നത്. 2 ഡയമെൻഷൻ വരും. ഒന്ന് സ്റ്റെബിലിറ്റി ആണ്, പിന്നെ ഒന്നുള്ളത് ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി ആണ് വരാം. ഇങ്ങനെ 3 PEN, അതായത് സൈക്കോട്ടിസം, എക്സ്ട്രാവേർഷൻ, ന്യൂറോട്ടിസം എന്ന് പറഞ്ഞിട്ടുള്ള 3 ഡയമെൻഷൻസ് ആണ് നമ്മുടെ ഐസെങ്ക് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിൽ ഓരോന്നിനും ഒരു ലോ ആൻഡ് ഹൈ മോഡ് എന്ന് ആലോചിക്കുക. അതായത് എക്സ്ട്രോവേർഷന്റെ ലോ വരുമ്പോൾ അത് ഇൻട്രോവേർഷൻ ആയിരിക്കും. ന്യൂറോട്ടിസത്തിന്റെ ലോ വരുമ്പോൾ എന്തായിരിക്കും? ന്യൂറോട്ടിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭയങ്കര ആങ്ഷ്യസ് ആയിട്ടുള്ള ആളുകളൊക്കെയാണ് നമ്മൾ ന്യൂറോട്ടിസം എന്ന് പറയാം. ന്യൂറോട്ടിസത്തിൽ ഹൈ ഉള്ള ആൾക്കാർക്ക് എന്തായിരിക്കും? അവർ ഭയങ്കര ആങ്ഷ്യസ് ആയിരിക്കും. എന്നാൽ അതില് ആ ഒരു ഡയമെൻഷൻ ലോ സ്കോർ ആണ് അവർക്ക് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എന്താണ്? ഇത് ഇമോഷണൽ സ്റ്റെബിലിറ്റി ആണ് ഉണ്ടാവും. അത്ര ആങ്ഷ്യസ് ഒന്നും ആയിരിക്കില്ല അവര്. പിന്നെ സൈക്കോട്ടിസത്തിൽ അതേപോലെ ലോ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്താണ്? കുറച്ചൊരു സെൽഫ് കൺട്രോൾ ഉള്ളവരായിരിക്കും. എന്തെങ്കിലും ഒരു ഇമ്പൾസിന്റെ പുറത്ത് ചാടി കയറി എന്താ പറയാ ബിഹേവ് ചെയ്യുന്ന ആളുകളായിരിക്കില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഐസെങ്ങിന്റെ പേഴ്സണാലിറ്റി ട്രൈറ്റ് തിയറിയിൽ നമുക്ക് പറയാനുള്ളത്. പെൻ മോഡൽ. നെക്സ്റ്റ് തിയറി വന്നിട്ട് അത്യാവശ്യം എന്താ പറയാ ഒരു പേഴ്സണാലിറ്റി തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തിയറിയാണ് ബിഗ് 5 ഫാക്ടർ തിയറി എന്ന് പറയുന്നത്. കോസ്റ്റ ആൻഡ് മെക്രെ ആണ് ഈ ഒരു എന്താ പറയാ ബിഗ് 5 ഫാക്ടർ തിയറി പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. ഈ ബിഗ് 5 ഫാക്ടർ തിയറി നമ്മൾ പൊതുവെ ഓഷ്യൻ മോഡൽ ഓഫ് തിയറി എന്നും പറയാനുണ്ട്. അതായത് ഓഷ്യനിലെ ഓരോ ലെറ്റേഴ്സും ഓരോ ട്രൈറ്റ്സിന് വേണ്ടിയിട്ടാണ് ഇവിടെ സ്റ്റാൻഡ് ചെയ്യുന്നത്. അതിൽ നമുക്ക് ഓഷ്യൻ മോഡൽ എന്നുള്ള രീതിയിൽ പഠിക്കാം. ഓ എന്ന് പറഞ്ഞിട്ട് അതായത് ഈ ഒരു 5 ഫാക്ടർ തിയറിയിൽ 5 ട്രൈറ്റ്സിനെ കുറിച്ചാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അത് ഏതൊക്കെയാണ്? അതിൽ ഓപ്പൺനെസ്, നമ്മൾ ഓഷ്യൻ മോഡൽ എന്നുള്ള രീതിയിൽ പഠിച്ചാൽ മതി. ഓ ഫോർ ഓപ്പൺനെസ്. ഓപ്പൺനെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അതായത് എന്ത് വന്നാലും, എന്ത് പുതിയ എക്സ്പീരിയൻസ് വന്നാലും അതിനൊക്കെ ഡീൽ ചെയ്യാനും നേരിടാനും ആളുകൾ റെഡി ആണെന്നുള്ളതാണ് ഓപ്പൺനെസ്. ഈ ഒരു ഓപ്പൺനെസ് കൂടുതലുള്ള ആൾക്കാർക്ക് എന്ത് പുതിയ സിറ്റുവേഷൻ വന്നാലും അവരത് നേരിടാൻ റെഡിയാണ്. പക്ഷെ അതിൽ ഓപ്പൺനെസ് കുറവുള്ള ആൾക്കാരാണെങ്കിലോ അവർക്കൊരു റുട്ടീനും കാര്യങ്ങളുണ്ട്, അതിൽ നിന്ന് അവർ മാറാൻ ഒരിക്കലും റെഡി അല്ല എന്നുള്ളതാണ്. ഓപ്പൺനെസ്സിൽ എന്താ പറയാ ലോ മാർക്സ് ആണെന്നുണ്ടെങ്കിൽ. പിന്നെ ഉള്ളതാണ് കൺസൈഷ്യസ്നെസ്. അതായത് ഭയങ്കര എന്താ പറയാ ഒരു സെൽഫ് ഡിസിപ്ലിനും തോട്ട്ഫുൾനെസ്സും ഒരു കോമ്പീറ്റൻസ് ഒക്കെ ഉള്ളതാണ് ഈ ഒരു കൺസൈഷ്യസ്നെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതിന് ഹൈ സ്കോർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവരെന്താണ്? ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്, ഓർഗനൈസ്ഡ് ആണ്. അതേപോലെ ഈ ഒരു കൺസൈഷ്യസിന് ലോ ആണെന്നുണ്ടെങ്കിലോ അവർ ഇമ്പൾസീവ് ആണ്, കെയർലെസ് ആണ്, ഭയങ്കര എന്താണ് ഡിസ്ഓർഗനൈസ്ഡ് ആണെന്നൊക്കെ പറയാൻ പറ്റും. പിന്നെയാണ് എക്സ്ട്രാവേർഷൻ. എക്സ്ട്രാവേർഷൻ എന്താണ്? നമ്മൾ ഒരുപാട് എന്താ പറയാ തിയറീസിൽ നമ്മൾ ഈ ഒരു എക്സ്ട്രാവേർഷനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അത് തന്നെ എല്ലാത്തിനും ഒരേ മീനിങ് ആണ് കേട്ടോ വരുന്നത്. ഭയങ്കര സോഷ്യബിലിറ്റി, അസേർട്ടീവ്നെസ്, അതൊക്കെയാണ് ഈ എക്സ്ട്രാവേർഷനിൽ വരിക. അതിൽ ഹൈ സ്കോർ ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഭയങ്കര ഔട്ട് ഗോയിങ് ആയിരിക്കും, ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ റെഡി ആയിരിക്കും. എന്നാൽ ലോ സ്കോർ ആണെങ്കിലോ ഭയങ്കര ക്വൈറ്റ് ആയിരിക്കും, റിസർവ്ഡ് ആയിരിക്കും, കോഷ്യസ് ആയിരിക്കും എന്നൊക്കെ നമുക്ക് പറയാം. അതേപോലെ പിന്നെയുള്ളതാണ് എഗ്രിബിൾനെസ്. എഗ്രിബിൾനെസ് എന്താണ്? എഗ്രിബിൾനെസ് ഉള്ള ആൾക്കാരാണെങ്കിൽ അവര് കോപ്പറേറ്റീവ്, ട്രസ്റ്റ് വർത്തി, ഗുഡ് നാച്ചുറൽ, ഇതൊക്കെയാണ് ഈ ഒരു എന്താ പറയാ എഗ്രിബിൾനെസ് ട്രൈറ്റിന്റെ പ്രത്യേകതയിൽ വരുന്നത്. കോപ്പറേറ്റീവ്, ട്രസ്റ്റ് വർത്തി ഒക്കെ. അതിൽ ഹൈ സ്കോർ ഉള്ളവരാണെങ്കിൽ എന്താണ്? ഭയങ്കര ഹെൽപ്പിംഗ് മെന്റാലിറ്റി ആണ്, കോപ്പറേറ്റീവ് ആയിട്ടുള്ള ആളുകളൊക്കെയാണ് ഈ ഒരു ഹൈ സ്കോർ ഉണ്ടെങ്കിൽ ഈ ഒരു എഗ്രിബിൾനെസ്സിൽ. ഈ ലോ സ്കോർ ആണെങ്കിൽ അവർ ഭയങ്കര ക്രിട്ടിക്കൽ ആയിരിക്കും, എന്താ പറയാ അൺകോപ്പറേറ്റീവ് ഒക്കെ ആയിരിക്കും. പിന്നെ ലാസ്റ്റ് വണ്ണാണ് ഇത് ന്യൂറോട്ടിസിസം. ന്യൂറോട്ടിസിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു അൺസ്റ്റേബിൾ ഇമോഷൻ കാണിക്കുന്ന ആളുകളാണ് ഈ ഒരു ന്യൂറോട്ടിസത്തിൽ. നമ്മൾ നേരത്തെ പറഞ്ഞു ഭയങ്കര ആങ്ഷ്യസ് ആയിട്ടുള്ള ആളുകൾ നോക്കാം. അപ്പൊ ഈ ഒരു ന്യൂറോട്ടിസത്തില് ഹൈ സ്കോർ എന്താ പറയാ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യമല്ല കേട്ടോ. അവർ ഭയങ്കര ആങ്ഷ്യസും അൺഹാപ്പി ഒക്കെ ആയിരിക്കും. അറ്റ് ദ സെയിം ടൈം ഈ ഒരു ന്യൂറോട്ടിസത്തിൽ നമുക്ക് ലോ സ്കോർ ആണെന്നുണ്ടെങ്കിൽ അവർ കുറച്ചുകൂടി ഹാപ്പി, കാം ഒക്കെ ആയിരിക്കും. അപ്പൊ ഇതാണ് നമ്മുടെ കോസ്റ്റ ആൻഡ് മെക്രെ പ്രപ്പോസ് ചെയ്തിട്ടുള്ള ബിഗ് 5 ഫാക്ടർ തിയറിയിൽ പറയാനുള്ള ചില ഈ 5 ട്രൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ട്രൈറ്റ് തിയറീസിൽ വരുന്നത് ഇത്രയും കാര്യങ്ങളാണ്. ഇതാണ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ള തിയറീസ് എന്ന് പറയുന്നത്. അപ്പൊ ട്രൈറ്റ് തിയറീസ് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ഏതിലേക്ക് മൂവ് ചെയ്യാം? ടൈപ്പ് തിയറീസിലേക്ക് മൂവ് ചെയ്യാം.